2026 ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മോസ്റ്റ് അവൈറ്റഡ് സിനിമയാണ് മൈക്കിൾ എന്ന് പറയുന്നത്. നമ്മുടെ സ്വന്തം മൈക്കിൾ ജാക്സന്റെ കഥയെ ആസ്പദമാക്കി വരുന്ന ചിത്രം. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്നലെ റിലീസായിട്ടുണ്ടായിരുന്നു. നമുക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഇതിന് മുമ്പ് ഒരു ടീസർ വന്നിരുന്നു, അത് വമ്പൻ തരംഗമായി മാറി. അതിൻ്റെ അകത്ത് മൈക്കിൾ ജാക്സനായിട്ട് അവതരിപ്പിക്കുന്ന ആള് മൈക്കിൾ ജാക്സൻ്റെ തന്നെ ഒരു റിലേറ്റീവാണ്. സോ ചെറിയൊരു മുഖച്ഛായയുണ്ട്. അതുപോലെ തന്നെ പല പല പഴയ പാട്ടുകൾ, അതിൻ്റെ രംഗങ്ങൾ, ഇൻ്റർവ്യൂസ്, ഇതെല്ലാം അവർ റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു വമ്പനൊരു ഫീല് തന്നെയാണ് നൽകിയത്. ഒരു പക്കാ ഒറിജിനൽ മൈക്കിൾ ജാക്സനെ കാണുന്നൊരു ഫീല് തന്നെ നമുക്ക് അതിനകത്ത് കാണാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ട്രെയിലർ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, തൊട്ട് താഴെയുള്ള ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിലൂടെ നമ്മുടെ വീഡിയോ മറ്റുള്ള ആൾക്കാരിലേക്ക് റീച്ച് ആകുന്നതായിരിക്കും. വെൽക്കം ടു സിനി പീഡിക. ലയൺ ഗേറ്റ്സ് മൂവീസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് കോപ്പിറൈറ്റ് അടിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് റിയാക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ചിലപ്പം ഇൻ കേസ് വീഡിയോയിൽ ആ ട്രെയിലർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്നും പറഞ്ഞേക്കരുത്, കോപ്പിറൈറ്റ് കാരണം പോയതായിരിക്കാം. ലെറ്റ്സ് റിയാക്ട്. നന്നില്ല, ലെറ്റ്സ് റിയാക്ട്. Yes. You're confident. Bah. You're strong. Oh. You're beautiful. You're the greatest of all time. Greatest of all time. Let me tell you something. In this life, you're either a winner or you're a loser. Y'all want to work in a steel mill like me for the rest of your days? No, sir. Yeah, because I sure as hell don't. Y'all willing to fight for it? Yes, sir. I need to hear you a little louder. Y'all willing to fight for it? Yes, sir. Ready whenever you are, Michael. You know what I'm after? You want to be the biggest star in the world? We need to capitalize on Michael's success. Because the Jackson family is the brand. That's our Coca-Cola. And we need to start selling. So, I'm planning an international tour. This is just the beginning. I need to think. I told you what to think. I love my family, but I just want to do my own thing. Sound. Just have all these ideas in my head. Just gotta get them out. And do it, Michael. Not a little boy anymore. People always told me, be careful what you do. Michael, I knew you were different the moment you were born. You have a very special life. And mama always told me, be careful who you love. I believe music can change the world. He changed the world. Spread love, But love, joy, joy, and peace. peace, That is what I want the world to feel. thriller. Wow. Magic. മൈക്കൽ. ഏപ്രിൽ 24. മോനെ, മൈക്കിൾ ജാക്സനെ പറ്റി പറയണമെന്നാൽ ചെറുപ്പകാലമൊക്കെ ഗംഭീരമാക്കിയൊരു ആളായിരുന്നു. കുറേ നാൾ മുമ്പ് വരെ ഞാൻ രാത്രിയിൽ കിടക്കുന്ന സമയത്ത് ത്രില്ലർ പാട്ട് കേട്ടിട്ട് ഞാൻ കിടക്കാറുണ്ടായിരുന്നു. ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു ഞാൻ. അതിൻ്റെ ഒരു ഫുൾ വേർഷൻ ഉണ്ട് യൂട്യൂബിൽ, ഇപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ഈ പ്രേതങ്ങൾ സംസാരിക്കുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേട്ടിട്ട് ഞാൻ രാത്രി ഞെട്ടി എഴുന്നേറ്റിട്ടുമുണ്ട്. ഞാൻ തന്നെയാണ് പാട്ട് വെച്ചത്, എന്നിട്ട് ഞാൻ തന്നെയാണ് ഞെട്ടി എഴുന്നേക്കാറുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു ടൈമായിരുന്നു. പുള്ളിയുടെ പാട്ടുകൾ ഇഷ്ടപ്പെടാത്തൊരു ആളും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഒരു BTS എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് കമ്പാരിസൺ ഉണ്ടായിരുന്നു. മൈക്കിൾ ജാക്സൺ ആണോ സൂപ്പർ, BTS ആണോ സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നും പുള്ളി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തോട്ടൊരു മ്യൂസീഷ്യനോ അല്ലെങ്കിൽ ഒരു ഡാൻസറോ ഈ ലോകത്തുണ്ടായിട്ടില്ല എന്ന് തന്നെ ആണ് സത്യം. കാരണം അത്രത്തോളം ഫെയിം ഉണ്ടാക്കുകയും അത്രത്തോളം തൻ്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾസിലൂടെ പുള്ളി വന്ന് അച്ചീവ് ചെയ്തൊരു കാര്യമാണ്. പുള്ളി ഒരുപാട് ആൾക്കാർ വിമർശിക്കുന്നുണ്ട്, പ്ലാസ്റ്റിക് സർജറി ചെയ്തു, അത് ചെയ്തു, മറ്റേ ചെയ്തു. പക്ഷെ പുള്ളിക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ കാരണം കൊണ്ടാണ് പുള്ളി
ബ്ലാക്ക് കളറിൽ നിന്ന് വെളുത്തത്. പക്ഷേ പ്ലാസ്റ്റിക് സർജറി മൂക്കിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വേറൊരു കാര്യം. അതിപ്പം നമ്മുടെ ബോളിവുഡ് ആക്ടേഴ്സൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചെയ്യാറുണ്ട്. നമ്മുടെ എന്തിനേറെ പറയാം, നമ്മുടെ ദുൽഖർ സൽമാൻ വരെ ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും വലിയൊരു കാര്യമല്ല. ബട്ട് പുള്ളി ഉണ്ടാക്കിയൊരു ഫെയിമുണ്ട്, പുള്ളി ഉണ്ടാക്കിയൊരു സ്റ്റാർഡമുണ്ട്. അതൊന്നും ഒരിക്കലും ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്ത അത്രയും ടോപ്പിലാണ്. സ്റ്റിൽ ഇപ്പോഴും മൈക്കിൾ ജാക്സന്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ഇപ്പോഴും പഴയ പാട്ടുകളൊക്കെ റീസ്റ്റോർ ചെയ്തും അതുപോലെ തന്നെ പുള്ളി മരിക്കുന്നതിന് മുമ്പ് ചെയ്തു വെച്ച കുറേ ആൽബംസിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു ഔട്ടും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റിൽ ഇപ്പോഴും ആക്റ്റീവ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പുള്ളി മരിച്ചില്ല എന്നൊക്കെ ഒരു കുറേ കോൺസ്പിറസി തിയറികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓടുന്നുണ്ട്. അപ്പോഴും സ്റ്റിൽ പുള്ളി ഇപ്പോഴും ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അത്രയേറെ പുള്ളി ഫാൻ ബേസ് ഉണ്ടാക്കി, അത്രയേറെ ആൾക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിലേക്ക് പബ്ലിസിറ്റി നേടിയ ഒരാളാണ് ശരിക്കും പറഞ്ഞാൽ. സോ പുള്ളിയുടെ ഒരു സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ കാണാനുള്ള ഒരു ആഗ്രഹമുണ്ട്. എന്തായാലും ആ സിനിമ ഇവിടെ റിലീസാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇരിക്കുന്നത്. എന്തായാലും അത് ഏപ്രിൽ 24 നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടതിന് ശേഷം നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നതായിരിക്കും. ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ഇടുന്നത് വളരെ കുറവായിട്ട് ഞാൻ കാണുന്നുണ്ട്. കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. അത് കമൻറ്റ് വായിക്കുന്നതോറും എനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ കാണുന്നൊരു കാഴ്ചപ്പാടിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ അല്ലെങ്കിൽ തിരുത്തുകളുണ്ടോ എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. എൻ്റെ ഇഷ്ടം അല്ല നിങ്ങളുടെ ഇഷ്ടം. സോ നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതും കൂടി അറിയുമ്പം എനിക്കതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. സോ കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക. വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. എന്തായാലും ഏപ്രിൽ 24 വേണ്ടി വെയിറ്റിംഗ് ആണ്. മൈക്കിൾ ഈസ് കമ്മിങ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.